ചില രസക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രാർത്ഥിക്കാൻ സമയം ഒന്നിനെ കാണുന്നില്ലല്ലോ. എടി മതിയെ ആടി കുറിച്ച് വെച്ചാടി. ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി ഒന്ന് തപ്പിക്കോട്ടെ. അവളെ ഒരു സാരി പ്രാന്ത്. എടാ കരിയെ വാട കുറിച്ച് വെച്ചാടാ. രാവിലെ തൊട്ട് വൈകുന്നേരം വൈകി ഇതിൽ ചെവി വെച്ചോണ്ട് ഇരിപ്പാ. അപ്പൊ അപ്പ ആ കുറിച്ച് വരയ്ക്കാം. അപ്പാപ്പെങ്കിലും വാ, നമുക്ക് കുരിശ് വരയ്ക്കാൻ സമയമായി. കുരിശ് വരയ്ക്കാൻ എനിക്ക് മാത്രം പാടി, അല്ലാത്ത എന്നെ അങ്ങനെ കുഴപ്പമില്ല. എന്നെ കൂടി പ്രാർത്ഥിക്കാൻ സമ്മതിപ്പിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 100 പ്രശ്നങ്ങൾ. എനിക്ക് വയ്യ. കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യും? മറിയക്കുട്ടിയെ എന്നാ പറ്റി? ചുറ്റിപ്പിടിച്ച് വാങ്ങിന കാശു മുടക്കി വാങ്ങിന അയ്യോ കസവിന്റെ കറിയുന്ന സാരിയ കളക്കളത്തിലങ്ങനെ സാരിയ അയ്യോ പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം തീർക്കണം. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടും എനിക്ക് എങ്ങനെ കിടക്കും ഞാൻ, കിടന്നകലുറങ്ങും ഞാൻ, എങ്ങനെ കിടക്കും ഞാൻ, കിടന്നകലുറങ്ങും ഞാൻ. വിചാരം ഓ നിന്റെ ഒടുക്കത്ത ഒരു സാരി. എടി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനല്ലേ? പിന്നെ എടി അടിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? വലിയ കാര്യം. എടി ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ വയസ്സായ അപ്പനെ വല്യാപ്പനെ ഞാൻ നോക്കണില്ലേടി? ഇവരെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടിമറിയ കുട്ടി, എന്നാ നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ അയ്യേ അതല്ല, പിന്നെ ഇതിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോ. എന്നാ വഴിയാ? കടലിലക്കരെ പോയിക്കോട്ടെ, കാണാപ്പൊന്നിന് പോയിക്കോട്ടെ, കടലിലക്കരെ പോയിക്കോട്ടെ, കാണാപ്പൊന്നിന് പോയിക്കോട്ടെ, പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. വീട്ടിലെ അലമാരക്കുള്ളിലെ അടിക്കടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. ഓ ദേവൻ അടുത്ത കഷ്ടകാലം.
ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് തിരിമിട്ടാട്ടടാ. അയ്യോ അതിൽ പിടിച്ച് പതുക്കെ തിരുമട. മോനെ ജോർജൂട്ടി ആ കുഴമ്പെടുത്തിട്ട് പതുക്കെ തിരുമടാ. ഓടി പോകണം.
എടാ മോന്റെ ജോർജുട്ടി, നീ ഒരു വഴിക്ക് പോകണ്ടടാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ വീട്ടിലുള്ളൂ. മക്കള് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവ സ്നേഹം